ഗസയെ കാത്തിരിക്കുന്നത് നരകമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗസയിൽ നിന്ന് എല്ലാ ബന്ദികളെയും വരുന്ന ശനിയാഴ്ചക്കകം മോചിപ്പിക്കണമെന്നും അല്ലാത്തപക്ഷം എല്ലാ നരകങ്ങളും പൊട്ടിപ്പുറപ്പെടുമെന്നും ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ റദ്ദാക്കാൻ താൻ ആവശ്യപ്പെടുമെന്നുമാണ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയത്. It will not be good for Hamas and it will not be good frankly for anyone. All hell will break out. I don't have to say anymore, but that's what it is. And they should have given him back a long. കഴിഞ്ഞ ജനുവരി 19 വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നെങ്കിലും ഗസയിലേക്ക് മടങ്ങാനെത്തിയ പലരെയും ഇസ്രായേൽ സേന തടഞ്ഞുവെച്ചിരുന്നു. ഇതേ തുടർന്ന് ബന്ദി തടവുകാരുടെ കൈമാറ്റം മാറ്റിവെക്കുമെന്ന് ഹമാസ് ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെയാണ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പുതിയ അസാധാരണമായ ഇടപെടൽ. അമേരിക്കയ്ക്ക് വേണ്ടി മറ്റു വിപണികൾ തുറന്നിരിക്കുമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതീക്ഷിക്കുന്നതെന്ന് DP വേൾഡ് CEO സുൽത്താൻ അഹമ്മദ് ബിൻ സുലായം. സ്വതന്ത്ര വ്യാപാരമല്ല, ന്യായമായ വ്യാപാരമാണ് ട്രംപ് അന്വേഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ദുബായിൽ നടക്കുന്ന ലോക ഗവൺമെന്റ് ഉച്ചകോടിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. The reason why there is less trade, intertrade, is one is the custom duty between the countries is high. It doesn't encourage. Infrastructure is bad, and when you couple that, you end up with this problem. ഇന്നലെയാണ് സ്റ്റീൽ അലൂമിനിയം ഇറക്കുമതിയുടെ താരിഫ് 25% ഉയർത്തിക്കൊണ്ട് ട്രംപ് ഉത്തരവിറക്കിയത്. ഇതൊരു ആഗോള വ്യാപാര യുദ്ധത്തിന് കാരണമാകുമെന്ന ഭീതി ഉണർത്തുന്ന പശ്ചാത്തലത്തിലാണ് ലോക നേതാക്കൾ പങ്കെടുക്കുന്ന യോഗത്തിൽ സുലായം ഇക്കാര്യം അഭിപ്രായപ്പെട്ടത്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റീൽ അലൂമിനിയം ഇറക്കുമതിയെ ട്രംപിന്റെ തീരുമാനം പ്രതികൂലമായി ബാധിക്കും. 30-ലധികം രാഷ്ട്രത്തലവന്മാരും 80-ലധികം അന്താരാഷ്ട്ര സംഘടനകളുടെ പ്രതിനിധികളും 140 സർക്കാർ പ്രതിനിധികളും പ്രമുഖ ആഗോള വിദഗ്ധരും ഉൾപ്പെടെ 6000-ലധികം പേർ പങ്കെടുക്കുന്ന 12ാമത് ലോക സർക്കാർ ഉച്ചകോടി മറ്റന്നാൾ സമാപിക്കും. ഷാർജയിൽ മലിനജല മാനേജ്മെന്റ് സേവന ഫീസ് ഏർപ്പെടുത്തി. ഒരു ഗാലൻ ജല ഉപഭോഗത്തിന് 1.5 പിൽസാണ് സർവീസ് ചാർജ് ഈടാക്കുന്നത്. ഇലക്ട്രിസിറ്റി, വാട്ടർ ആൻഡ് ഗ്യാസ് അതോറിറ്റിയുടെ ബില്ലിൽ ഇനി മുതൽ മലിനജല മാനേജ്മെന്റ് ഫീസും ഉൾപ്പെടുത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എമിറാത്തി പൗരന്മാരെ ഫീസിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. തീരുമാനം വരുന്ന ഏപ്രിൽ 1 മുതൽ പ്രാബല്യത്തിൽ വരും. അതോടെ ഷാർജയിൽ കറന്റ് ബിൽ ഇനിയും കൂടുമെന്ന് അർത്ഥം. ഷാർജയിൽ നീന്തൽക്കുളത്തിൽ വീണ് യുവാവ് മരിച്ചു. ഫുജൈറയിൽ അലൂമിനിയം ഫാബ്രിക്കേഷൻ കട നടത്തുന്ന കിടങ്ങന്നൂർ നാൽക്കാലിക്കൽ പീടികയിൽ ജോൺസൺ തോമസിന്റെ മകൻ ജോവ ജോൺസൺ തോമസ് ആണ് മരിച്ചത്. 20 വയസ്സായിരുന്നു. ഓയിൽ കമ്പനിയിൽ കെമിക്കൽ ലാബ് അസിസ്റ്റന്റായി ജോലി ചെയ്യുകയായിരുന്നു. നീന്തൽക്കുളത്തിനടുത്തുകൂടെ നടന്നു പോകവേ കാൽ വഴുതി വീഴുകയായിരുന്നു. സൗദി അറേബ്യയിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. പലചരക്ക് കടകൾ, സെൻട്രൽ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് നിരോധിക്കാൻ സൗദി മുനിസിപ്പാലിറ്റി ഉത്തരവിട്ടു. പുകയില ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ അടച്ച അറകളിൽ സൂക്ഷിക്കണമെന്നും 18 വയസ്സിന് താഴെയുള്ളവർക്ക് പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കരുതെന്നും പുകയില സംബന്ധിച്ച പരസ്യങ്ങൾ പാടില്ലെന്നും പുതിയ നിയമത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കുവൈത്തിൽ വാഹനാപകടത്തിൽ മരിച്ച മലയാളി വനിതയുടെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോയി. കഴിഞ്ഞ ആഴ്ച കുവൈത്തിലെ മങ്കഫിലുണ്ടായ വാഹനാപകടത്തിലാണ് ആലപ്പുഴ ഹരിപ്പാട് മുട്ടം കൊട്ടാരത്തിൽ പറമ്പിൽ വീട്ടിൽ രാജി തങ്കപ്പൻ ആചാരി മരിച്ചത്. 55 വയസ്സായിരുന്നു. മങ്കഫിൽ ഗാർഹിക തൊഴിലാളിയായിരുന്നു രാജി തങ്കപ്പൻ. ഒമാനിലെ സോഹാറിൽ മസ്തിഷ്കാഘാതം മൂലം പത്തനംതിട്ട സ്വദേശിനി മരിച്ചു. കോന്നി മങ്ങാരം അലങ്കാരത്ത് വീട്ടിൽ സജിത ഇസ്മയിൽ റാവുത്തറാണ് മരിച്ചത്. 58 വയസ്സായിരുന്നു. ഓട്ടിസം ബാധിച്ചവർ ഉൾപ്പെടെ ഭിന്നശേഷിയുള്ളവരോട് പ്രത്യേകമായ കരുതലും പരിഗണനയും സമൂഹത്തിൽ അനിവാര്യമാണെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന് കീഴിൽ കൊണ്ടോട്ടി എടവണ്ണപ്പാറ റോഡിൽ വെട്ടുകാട് ആരംഭിക്കുന്ന ശിഹാബ് തങ്ങൾ എംപവർമെന്റ് ആൻഡ് പാലിയേറ്റീവ് സോൺ സ്റ്റെപ്സിന്റെ തറക്കല്ലിടൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PA ജബ്ബാർ ഹാജി സ്റ്റെപ്പ് പദ്ധതിയെക്കുറിച്ച് വിശദീകരിച്ചു. CEO PV മൂസ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സ്റ്റെപ്പ് പ്രോജക്ട് ഉദ്ഘാടനം ചെയ്തു. വെബ്സൈറ്റ് ലോഞ്ചിംഗ് ഓർഗനൈസിംഗ് സെക്രട്ടറി ET മുഹമ്മദ് ബഷീർ MP-യും ഭൂമിയുടെ രേഖ ഏറ്റുവാങ്ങൽ ജില്ലാ പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളും നിർമ്മാണ കരാർ കൈമാറൽ ദേശീയ ട്രഷറർ PV അബ്ദുൽ വഹാബ് MP-യും ഫണ്ട് ഏറ്റുവാങ്ങൽ സയ്യിദ് ബഷീർ അലി ശിഹാബ് തങ്ങളും ലോഗോ പ്രകാശനം ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സക്കാഫി ചുള്ളിക്കോടും സപ്ലിമെന്റ് പ്രകാശനം സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളും അവാർഡ് ദാനം സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളും നിർവഹിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി മുഖ്യപ്രഭാഷണം നടത്തി.
MLA-മാരായ പി അബ്ദുൽ ഹമീദ്, TV ഇബ്രാഹിം, പി ഉബൈദുള്ള, VP അനിൽ, നിയാസ് പുളിക്കലകത്ത്, സയ്യിദ് മുഹമ്മദ് കോയത്തങ്ങൾ, ജമാലുല്ലൈലി, ഡോക്ടർ ഹുസൈൻ മടവൂർ, പി മജീദ് റഹ്മാൻ, PN അബ്ദുൽ ലത്തീഫ് മദനി, PK ഫിറോസ്, കുഞ്ഞുമോൻ കാക്കിയ തുടങ്ങി നിരവധി പ്രമുഖ വ്യക്തികൾ ചടങ്ങിൽ സംബന്ധിച്ചിരുന്നു.